നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ടോപ്പിക്ക് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. അപ്പൊ നമ്മൾ പേഴ്സണാലിറ്റി എന്താന്ന് കഴിഞ്ഞ വീഡിയോയിൽ അഡ്രസ് ചെയ്തു, അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് കണ്ടു, അതോടുകൂടെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞു പേഴ്സണാലിറ്റി എന്താണെന്നാണ് പറഞ്ഞത്, ഒരു പേഴ്സന്റെ ഇൻഡിവിജ്വലിസം അല്ലെ, ഒരു പേഴ്സന്റേതായുള്ള ട്രേറ്റ്, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അയാളുടെ മാനസികമായ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. എങ്ങനെ അയാൾ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫിസിക്കലി, ഇമോഷണലി, സോഷ്യലി, മെന്റലി, സ്പിരിച്വലി, ഇതെല്ലാം എങ്ങനെ, എന്ത് ടെൻഡൻസിയാണ്, എങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഒരാളിലുള്ളത്, അതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്. ഇനി പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഓരോ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനറ്റിക് ഇൻഹെറിറ്റൻസ്. It includes genetic inheritance, brain structure and biochemical processes that influence temperament and behavior. അപ്പൊ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? നമ്മുടെ ജനറ്റിക്സ് അല്ലെ, നമ്മുടെ എന്താ പറയാ, നമുക്ക് ജീൻസിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ, പിന്നെ ബയോകെമിക്കൽ പ്രോസസ്സ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എൻസൈം സെക്രീഷൻ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ബാക്കി ബയോകെമിക്കൽ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സസ്, ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ്? ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് പാസ് ഓൺ ചെയ്തിരിക്കുന്ന ട്രെയ്റ്റ്സ് അല്ലെ. അത് എന്താ പറയാ, ചിലര് എന്താ പറയാ റിസ്ക് ടേക്കിംഗ് എന്തുമാത്രം എടുക്കും, അല്ലെങ്കിൽ എനർജി ലെവൽ എന്തായിരിക്കും, ഇതെല്ലാം എന്തിനെ എഫക്ട് ചെയ്യും? പേഴ്സണാലിറ്റിയെ എഫക്ട് ചെയ്യും. പിന്നെ പറയുന്ന എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുമോ? ചെയ്യും, നന്നായിട്ട് തന്നെ ചെയ്യും അല്ലെ. നമ്മുടെ സോഷ്യൽ, കൾച്ചറൽ, ഫിസിക്കൽ എൻവയോൺമെന്റ്സ് നമ്മുടെ പേഴ്സണാലിറ്റിയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ ലൈഫ് സ്റ്റൈലായി, നമ്മുടെ വാല്യൂസ് ആയി, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ്, ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ നമ്മുടെ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ്, അത് ഈ പറയുന്ന പോലെ എൻവയോൺമെന്റിൽ തന്നെ വരുന്നതാണ്, പക്ഷെ നമുക്കത് വേറെ ആയിട്ട് തന്നെ പറയാം. ബിക്കോസ് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ എന്താ പറയാ, ജനിച്ചു വളരുന്ന ഒരു ഫാമിലി സിറ്റുവേഷൻസ്, നമ്മളെ എങ്ങനെയാണ് വളർത്തിയത്, പിന്നെ നമ്മൾ ഏറ്റവും മൂത്ത കുട്ടിയാണെങ്കിൽ എന്താ പറയാ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന രീതി, വീട്ടിലെ ഇളയ കുട്ടിയാണെങ്കിൽ അതനുസരിച്ച്. അപ്പം ഈ ഫാമിലി ഡൈനാമിക്സ് എങ്ങനെയാണ്, ഹാബിറ്റ്സ് എങ്ങനെയാണ്, ഫാമിലിയിൽ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മളെ മനസ്സിലാക്കിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ നമ്മുടെ ചുറ്റുപാടുകൾ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നത് നമ്മുടെ സോഷ്യലൈസേഷൻ ആണ്. സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആരുമായിട്ടൊക്കെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, നമ്മുടെ ടീച്ചേഴ്സായി, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരായി, നമ്മുടെ സൊസൈറ്റിയായി. നമ്മളെപ്പോഴും പറയില്ലേ, ആ കൂട്ടുകെട്ട് കാരണമാണ് അവൻ വഷളായെന്ന്. കാരണം അതെന്ത് ചെയ്തിട്ടുണ്ട്? പേഴ്സണാലിറ്റിയെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സോഷ്യലൈസേഷനും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാ പറയുന്നത്? പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്? കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, നമ്മുടെ ട്രഡീഷൻസ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, ഇതെല്ലാം എന്ത് ചെയ്യും? പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, നമ്മുടെ പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ്, ഏതൊരു സിറ്റുവേഷനിലാണോ നമ്മൾ പെട്ടിരിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ബിഹേവിയർ എന്ത് ചെയ്യും? മാറും. ആൻഡ് ആ ബിഹേവിയർ മാറ്റം നമ്മുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യും? ലോങ് ടേമിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് വരുന്നത്? നമ്മുടെ എക്സ്പീരിയൻസസിലും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, നമ്മുടെ ഹെറിഡിറ്റി, നമ്മുടെ പേരൻസ്, നമ്മുടെ എൻവയോൺമെന്റ്, ഫാമിലിയുടെ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നതാണ് ഈ ലൈഫ് എക്സ്പീരിയൻസസ് എന്ന് എഴുതിയിരിക്കുന്നത്. അത് എന്തൊക്കെയുണ്ട്? നമ്മുടെ എഡ്യൂക്കേഷൻ ഉണ്ട്, നമ്മുടെ ലൈഫിൽ നടന്ന വലിയ വലിയ ഇവന്റ്സ് ഉണ്ട്, മേജർ ഇവന്റ്സ് ഉണ്ടാവും, ലൈഫ് ചേഞ്ചിങ് ഇവന്റ്സ് എന്ന് പറയുന്ന പോലെ അല്ലെ. ആ ഇവന്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മള് എന്താ പറയാ ബിലീവ്സ്, നമ്മള് എന്താ പറയാ റിലീജിയസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ശരികളും തെറ്റുകളും ഇതെല്ലാം നമ്മൾ ഫോർമേറ്റ് ചെയ്യുന്നതാണെങ്കിലും, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ നമ്മുടെ പേഴ്സണാലിറ്റിയെ. അതായത് നമുക്ക് എത്ര സെൽഫ് എസ്റ്റീം ഉണ്ടോ, നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, ആരുടെ കൂടെയാണ്, ഇതെല്ലാം പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ തരം തിരിച്ചെഴുതാം. അതായത് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റിയെ നമുക്ക് ഒന്നുകൂടെ തരം തിരിക്കാം. ഇങ്ങനെ ബയോളജിക്കൽ ഡിറ്റർമിനൻസ്, സോഷ്യോളജിക്കൽ ഡിറ്റർമിനൻസ് ആൻഡ് സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസ് എഴുതാം അല്ലെ. അപ്പൊ ബയോളജിക്കൽ ഡിറ്റർമിനൻസിൽ എന്തൊക്കെ വരും? ജനറ്റിക്സ് വരും,
ജനറ്റിക്സ് വരും, ഹെറിഡിറ്റി വരും, പിന്നെ ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് കെമിസ്ട്രി വരും. കെമിസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോർമോൺസ് എൻസൈംസിന്റെ ഒക്കെ പ്രൊഡക്ഷൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പം ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് കെമിസ്ട്രി വരും. പിന്നെ നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, നമ്മുടെ ഫിസിക് എങ്ങനെയാണ്, ഇതെല്ലാം എന്താണ് ബയോളജിക്കൽ പേഴ്സണാലിറ്റി ഡിറ്റർമിനൻസ് ആണ്. അതേപോലെ സോഷ്യോളജിക്കൽ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്, നമ്മൾ എന്ന പേഴ്സൺ സോഷ്യലി എങ്ങനെയാണോ, അപ്പൊ അതിൽ എന്ത് വരും, ഫാമിലിയുടെയും ഹോമിന്റെയും എൻവയോൺമെന്റ് എങ്ങനെയാണോ എന്ന് വരും അല്ലെ. നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണ്, നമ്മുടെ പേരൻസ് എങ്ങനെയായിരുന്നു, നമ്മുടെ ഫാമിലിയിലെ ഡൈനാമിക്സ് എങ്ങനെയാണ്, ഇതെല്ലാം വരും. പിന്നെ സോഷ്യലി നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി എങ്ങനെയുള്ളതാണ്, നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് എങ്ങനെയാണ്, പിന്നെ നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ്, നമ്മുടെ ട്രഡീഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ ഇതുവരെ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ, നമ്മളത് എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലൈൻഡ്ലി ചെയ്ത് പോകും അല്ലെ. അതെന്തുകൊണ്ടാണ്, നമ്മുടെ ട്രഡീഷൻസ് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ എഡ്യൂക്കേഷൻ തന്നെ സ്കൂളിൽ പോകുന്നത്, സ്കൂളിലെ നമ്മുടെ പിയർ ഗ്രൂപ്പ് എങ്ങനെയാണ്, നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ്, ഇതെല്ലാം. പിന്നെ എന്താണ് സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ്, നമ്മള് ഇതെല്ലാം എന്തിൽ വരും, സോഷ്യോളജിക്കൽ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് വരും. പിന്നെ പറയുന്നത് സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസ് ആണ്. അതെന്തൊക്കെയാണ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള മനസ്സിന്റെ അവസ്ഥകൾ, അതായത് ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണോ, പിന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ തിങ്കിങ് പാറ്റേൺ, അതായത് നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എങ്ങനെയാണ്, പിന്നെ നമ്മൾ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം, ഇതെല്ലാം നമ്മളെ എന്ത് ചെയ്യും, പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം എന്താണ്, സൈക്കോളജിക്കൽ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. അപ്പൊ നമ്മൾ ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, പേഴ്സണാലിറ്റി ഡിറ്റർമൈൻസ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു 3 types. One is biological determinants, second is sociological determinants, and third one is psychological determinants. അപ്പം ഇതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്ത് തന്നെ പല 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 ഫീൽഡ് എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ആവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ.